ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡിസംബർ 27 ഞങ്ങളുടെ 9th വെഡിങ് ആനിവേഴ്സറി വരികയാണ്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വാട്ട് ഈസ് യുവർ സ്റ്റോറി, അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴാണ് കണ്ടത്, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ ലവ് മാരേജ് ആയിരുന്നോ, അങ്ങനെയൊക്കെ. സോ ഐ തോട്ട് വിൽ ഷെയർ അവർ സ്റ്റോറി ടുഡേ. സ്റ്റോറി ടൈം. ഫസ്റ്റ് തന്നെ വിൽ സ്റ്റാർട്ട് വരുന്നുണ്ട്. ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ആൻ അറേഞ്ച് മാരേജ് ടെക്നിക്കലി, ബിക്കോസ് വി മെറ്റ് ത്രൂ മാട്രിമോണി, കേരള matrimony.com. അതിൽ ഇതുപോലെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അയച്ചു. ലൈക് പ്രൊഫൈല് ലൈക്ക് 2014 ആണ് പ്രൊഫൈലില് മാച്ച് ചെയ്തത്. അല്ല, 2015 14 അല്ലേ? 2015 ബിഗിനിങ്. 2014 എൻഗേജ്മെന്റ് കഴിഞ്ഞ വർഷം. 2014 ഇതുപോലെ പ്രൊഫൈല് മാച്ച് ചെയ്തു. നമ്മളങ്ങനെ റിക്വസ്റ്റ് അയക്കുമല്ലോ, പണ്ട് ഫേസ്ബുക്ക് റിക്വസ്റ്റ് ഒക്കെ അയക്കുന്ന പോലെ. അന്ന് ഈ ഡേറ്റിംഗ് ആപ്സ് ഒന്നും അല്ലല്ലോ, അന്ന് മാട്രിമോണി. അല്ല മാത്രമല്ല, ഞാൻ അന്ന് യുഎസിലല്ലോ. യുഎസിലന്ന് നമുക്ക് ഇവിടെ നിന്ന് നാട്ടിൽ വന്ന് ഇതുപോലെ പെണ്ണ് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലല്ലോ. നമുക്ക് ലീവൊക്കെ തന്നെ ആ സമയത്ത് എനിക്ക് ഒട്ടും ലീവില്ല. മേ ബി ഒരു 2 weeks മാക്സിമം വരും. അതിനകത്തൊന്നും നടക്കില്ല. വല്ല ഫുഡ് അടിക്കാൻ മാത്രം പറ്റും ആ സമയം കൊണ്ട്. ഞാൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇയർ മാസ്റ്റേഴ്സ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അമ്മ ഒരു ജോത്സ്യനെ പോയി കണ്ടിട്ട് പറഞ്ഞു, പുള്ളി പറഞ്ഞു കല്യാണം 2 വർഷത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഇനി 30s കല്യാണം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പോയി അമ്മ കേരള മാട്രിമോണിയിൽ ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി. നമ്മളൊക്കെ പ്രിപ്പയർഡ് ആണോ ഇല്ലെന്നൊന്നും ആയിരുന്നില്ല, ജസ്റ്റ് പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ കുറെ റിക്വസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. പല പെണ്ണ് കാണലും സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഏട്ടൻ്റെ റിക്വസ്റ്റ് വന്ന്. പിന്നെ അവര് വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിട്ട് ആദ്യം ഒന്നാമത് ട്രിവാൻഡ്രം ആണ്, ഞാൻ എറണാകുളത്ത് നിന്നാണ്. നമുക്കത് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. കാരണം ഞങ്ങൾ നോക്കിയിരുന്ന കൂടുതലും തൃശ്ശൂർ, എറണാകുളത്ത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെയാണ് നോക്കിയിരുന്നത്. ട്രിവാൻഡ്രം ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങളങ്ങനെ ഞാൻ ചെറായിന്ന് എവിടെയോ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് എവിടെയാണെന്നോ എനിക്കറിയത്തില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എറണാകുളത്തിനടുത്തുള്ള സ്ഥലമാണെന്ന്. ഞാൻ ആ സമയത്ത് ഇതേപോലെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ജോലിക്ക് കയറി. പിന്നെ ഇവിടെ അമേരിക്കയിൽ ഈ പറഞ്ഞു വിട്ട് നമ്മുടെ ബേസിൽ ജോസഫ്, നമ്മുടെ മറ്റേ സിനിമ ഉണ്ടല്ലോ, പേരെന്തോന്നാ സിനിമയുടെ, ജാനിമൻ സിനിമയിൽ കാനഡയിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന പോലെ കിടന്നപ്പോഴത്തേക്ക് വിചാരിച്ചു, ശരി എന്തായിരുന്നാലും ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു കല്യാണമൊക്കെ കഴിച്ച് അറ്റ്ലീസ്റ്റ് ഒരു കൂട്ടുണ്ടാവും, നമുക്കൊരു ഫാമിലി ടൈം ഉണ്ടാവും. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോഗ്രഷൻ. അങ്ങനെയാണ് മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് സെർച്ച് തുടങ്ങിയത്. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ഇതേ ഉള്ളൂ. എനിക്ക് എൻജിനീയറിങ് ആ സെയിം ബാക്ക്ഗ്രൗണ്ട്, ഞാൻ എൻജിനീയറിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാൾ വേണ്ട എന്നെന്തോ എനിക്ക് തോന്നി. കാരണം എനിക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡുള്ള ഒരാളിനെയാണ് എനിക്ക് മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് പ്രൊഫൈലൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് ഒരു പ്രൊഫൈലിൽ ഇതേപോലെ നിഫ്റ്റ് എന്ന് കണ്ടു. അപ്പം നിഫ്റ്റ് എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട് സിദ്ധാർത്ഥൊക്കെ നിഫ്റ്റിൽ പോയിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ്ങിനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിഫ്റ്റ് കൊള്ളാമല്ലോ, നിഫ്റ്റ്. പിന്നെ ഇപ്പം ഈ കാണുന്ന പോലെയൊന്നും അല്ല ആ പ്രൊഫൈൽ പിക്ചറിൽ, കംപ്ലീറ്റ്ലി വേറൊരാളെ പോലെയാണ്. കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഏതൊരു ബുദ്ധിജീവിയെ പോലെ. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒരു നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരുപാട് ബുക്ക് വായനയൊക്കെ ഉള്ള ഒരാളായിരിക്കും. അതേപോലെ ഒരു ബുദ്ധയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് സ്പിരിച്വാലിറ്റി, റീഡിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഒരുപാട് വായിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഐ തിങ്ക് അവർ ഇൻട്രസ്റ്റ് വിൽ ബി കോമൺ. പിന്നെ നിഫ്റ്റാണ്, അപ്പോൾ കുറച്ച് ക്രിയേറ്റീവ് ആയിരിക്കും. പിന്നെ നിഫ്റ്റിലൊക്കെ പോകണമെങ്കിൽ കുറച്ച് അംബീഷ്യസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഓക്കെ ദിസ് ഇസ് എ ഗുഡ് മാച്ച് എന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് ഒരു സെൻസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്തു. എൻ്റെ ഫാമിലിക്ക് അങ്ങനെ ഒരു ലൈക്ക് അവർക്ക് കൂടുതലും നമ്മുടെ സെയിം പ്രൊഫഷൻ, ട്രിവാൻഡ്രം അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ഇൻട്രസ്റ്റ്. പക്ഷെ ഇവൻച്വലി റിജക്റ്റ് ആയ ഒരുപാട് പ്രൊഫൈൽസ് ഉണ്ട്. കാരണം ആൾക്കാർ വിചാരിക്കും ഫാഷന് പോകുമ്പോ ഭയങ്കര സാധനമായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാഡ് എന്താ പറയാ, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരുന്നു ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ. പിന്നെ അതേപോലെ ബാംഗ്ലൂരാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ അതിന്
ഹൈദരാബാദ്, ആ സമയത്ത് ഹൈദരാബാദാണ്, പക്ഷെ അതിന് മുമ്പ് ബാംഗ്ലൂർ ആയിരുന്നു. സോ പൊതുവെ പെൺകുട്ടികൾ അവിടെയൊക്കെ പോകുമ്പോ നാട്ടിലൊക്കെ ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, പൊതുവെ ജനറിക് ആയിട്ട് ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ഉള്ള കുറെ മിത്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊന്നുമില്ല, നമുക്ക് അങ്ങനെ. പിന്നെ നമ്മൾ സംസാരിച്ചല്ലേ, നമ്മള് ഞാൻ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചായിരുന്നു. പിന്നീട് നമ്മൾ ആക്ച്വലി ഫാമിലി ആദ്യം സംസാരിച്ചു. ഫെൽ ലൈക്ക് വി വാണ്ടഡ് ടു ടോക്ക് ടു ഈച്ച് അതർ. ലൈക്ക് നമുക്ക് ഒരാളെ മനസ്സിലാക്കാണ്ട് ശരിക്കുള്ള പേഴ്സണാലിറ്റി സംസാരിക്കാണ്ട് മനസ്സിലാവില്ലല്ലോ. ഈ ഫുള്ള് നമ്മൾ ഈ മാട്രിമോണി നമ്മുടെ വീട്ടുകാർ ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ഇറ്റ്സ് ഔട്ട് ഓഫ് അവർ ഹാൻഡ്സ്. ലൈക്ക് പിന്നെ ഉള്ള അവരുടെ പാരാമീറ്റേഴ്സ് വേറെ ആയിരിക്കും, നമ്മുടെ ഇതുമായിട്ടൊന്നും അല്ല അവർ ചിന്തിക്കുന്ന വേറെ രീതിയിലാണ്. അപ്പൊ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു, പിന്നെ നമ്മൾ സംസാരിച്ചു അല്ലേ, നമ്മൾ ചാറ്റ് ചെയ്തു, പിന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചു. പിന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചു. ഇപ്പൊ അതൊക്കെ നോർമൽ ആണെന്ന് തോന്നുന്നു. ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ലൈക്ക് ഓബിയസ്ലി ദേ വിൽ ബി ലൈക്ക് യുനോ സെൻഡിങ് DMs ഓൺ ഇൻസ്റ്റാഗ്രാം, സംസാരിക്കും അല്ലേ. അതൊക്കെ ഇപ്പൊ ഒരു നോർമൽ ആയിരിക്കും. ഞങ്ങൾ വിളിച്ച് സംസാരിച്ചതായിട്ട് ഭയങ്കര ചിരിയായിരുന്നു എന്റെ സൗണ്ട് കേട്ടിട്ട്. ഞാൻ ഒരു കൊച്ചു സ്കൂൾ കുട്ടിയുടെ സൗണ്ട് പോലെ ഉണ്ടായിരുന്നു. ഞാൻ വലിയ സീരിയസ് ആയിട്ട്, കാരണം നമ്മളിങ്ങനെ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ ടെക്സ്റ്റ് വഴിയാണല്ലോ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി. അപ്പൊ നമുക്കൊരാളുടെ ഒരു വോയിസ് ഇങ്ങനെ മനസ്സിൽ കാണുമല്ലോ. ഇങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു പെർസോണൊക്കെ വെച്ചിട്ട് ഇത് സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി, എനിക്ക് ചിരി വന്നു. അപ്പോഴത്തേക്ക് നല്ലൊരു ഐസ് ബ്രേക്കർ ആയിരുന്നു. പിന്നെ നമ്മള് കുറച്ച് സംസാരിച്ച് ലൈക്ക് അറ്റ്ലീസ്റ്റ് എന്താണ് വീട്ടുകാരെ എല്ലാ പ്രൊഫൈലും ഓക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മളുടെ ഇഷ്ടങ്ങളും അല്ലാത്തതൊക്കെ അറിയണമല്ലോ, അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് കയറി കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് ചാറ്റ് ചെയ്ത് കുറച്ച് കാലം സംസാരിച്ചു. പിന്നെ വീട്ടുകാരായിട്ട് തന്നെ എൻഗേജ്മെന്റ് ഒക്കെ ഉറപ്പിച്ചു അല്ലേ. പിന്നെ എൻഗേജ്മെന്റ് പ്ലാനിങ് തുടങ്ങി December 2014. സംസാരിച്ചു ലൈക്ക് ആഫ്റ്റർ ഗെറ്റിംഗ് എൻഗേജ്ഡ്. ലൈക്ക് അൺഒഫീഷ്യലി ഒരു വാക്ക് പറഞ്ഞ പോലെ അല്ലേ, എൻഗേജ്മെന്റ് പ്ലാനിങ് തുടങ്ങിയല്ലോ. വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മീറ്റ് ചെയ്തു. ആക്ച്വലി ഓണത്തിന്റെ സമയത്താണ് അച്ഛനും അമ്മയും വന്ന് എന്നെ പെണ്ണ് കാണുന്നത്. ഏട്ടനപ്പോഴും എന്നെ നേരെ കണ്ടിട്ടില്ല. ഞങ്ങള് സൂം അല്ല സ്കൈപ്പ്, അന്ന് സ്കൈപ്പ് വഴിയാണ് ഞങ്ങൾ കാണുന്നത്. അച്ഛനും അമ്മയും വന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് പെണ്ണ് കണ്ടു പോയി. പിന്നെ റിലേറ്റീവ്സ് വന്ന് അവരൊക്കെ കണ്ടുപോയി. അത് കഴിഞ്ഞ് ഡിസംബറിൽ എൻഗേജ്മെന്റ് ഉറപ്പിച്ചിട്ട് എൻഗേജ്മെന്റിന്റെ തലേന്നാണ് ഞങ്ങള് നേരിട്ട് കാണുന്നത്. NRIസിന്റെ അവസ്ഥ അത് തന്നെയായിരിക്കും. പക്ഷെ പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ കാനഡ, വെസ്റ്റേൺ കൺട്രീസ് വരുമ്പോഴത്തേക്ക് ഒട്ടും സമയം കാണത്തില്ല. സമയമില്ല, 2 weeks ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് തലേന്നാണ് കാണുന്നത്. നമ്മളൊരു ഫോട്ടോഗ്രാഫറിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ 1 എൻഗേജ്മെന്റ്. November 31 ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് 2014 10 years ago. അപ്പൊ ഞങ്ങൾ ആദ്യം ഇത്ര സംസാരിച്ചപ്പോ ഭയങ്കര കമ്പനിയാണല്ലോ. അപ്പൊ ഞങ്ങൾ കണ്ടപ്പോ തന്നെ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പൊ ആൾക്കാർക്കൊക്കെ സംശയമായിരുന്നു, ബന്ധുക്കൾക്ക് ഇത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ. പ്രത്യേകിച്ച് വന്നാൽ ഈ സ്ഥലം ഡിഫറൻസ് ഉള്ളതുകൊണ്ടും ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ആ സമയത്ത്. പിന്നെ എല്ലാവരും ചോദ്യമാണ് ലൈക്ക് എന്തുകൊണ്ട് അങ്ങ് എറണാകുളത്ത് നിന്ന് പോയി കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ട്രിവാൻഡ്രത്ത്. നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, കിട്ടുന്ന അനുസരിച്ചല്ലേ. പിന്നെന്തായിരുന്നു, ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതൊരു സ്മോക്ക് ആഡ്സ് എന്ന് പറയുന്ന ഒരു വെഡിങ്. അത് കല്യാണത്തിനായിരുന്നു. ഓ ഇത് വേറെയാണ് അല്ലേ. തലേന്ന് മറ്റേ യെല്ലോ ഡ്രസ് ഒക്കെ ഇട്ട് നമ്മള് ടോണും പിന്നെ വിഷ്ണുവായിട്ട് ഒരു ഫോട്ടോ സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കണ്ട അതേ ദിവസം തന്നെ നമുക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറെ ഫോട്ടോസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ എൻഗേജ്മെന്റും. പക്ഷെ എൻഗേജ്മെന്റ് അന്ന് തന്നെ ഞങ്ങൾ രജിസ്റ്ററും ചെയ്തിട്ടുണ്ടായിരുന്നു വിസ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. സോ ടെക്നിക്കലി നമ്മൾ കണ്ട നെക്സ്റ്റ് ഡേ ലീഗലി രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചാൻസ് ഇല്ല, പെട്ടെന്നായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒഫീഷ്യൽ വെഡിങ് അല്ല, പിന്നെ ഏട്ടൻ പോയി എൻഗേജ്മെന്റ് കഴിഞ്ഞ പോയി. അപ്പോഴേക്ക് ഞാൻ സെക്കൻഡ് സെമസ്റ്റർ ആയിരുന്നു മാസ്റ്റേഴ്സിന്റെ. പിന്നെ എനിക്ക് 1 വർഷം കൂടി ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോ പിന്നെ ഇങ്ങനെ ഈ നമ്മൾ വന്ന് രജിസ്റ്റർ ഒഫീഷ്യലി വെഡിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് US വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ, ഡിപെൻഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോഴത്തേക്ക് ഇറ്റ് വുഡ് ബി ഈസിയർ. അപ്പൊ ആക്ച്വൽ വെഡിങ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി
വിസ ആയിട്ട് ഒരുമിച്ച് പോവാമല്ലോ. അല്ലെങ്കിൽ പിന്നീട് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അതിൽ ഡിലേ വല്ലതും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഹാസൽ. ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പോയിട്ടാണ് ഒരു മാസത്തിലായിരുന്നു എന്റെ ബർത്ത്ഡേ. അപ്പൊ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊരു സാധനം. എന്താണ് ഗിഫ്റ്റ് തന്നത്? ഓ അത് ഞാൻ മറന്നുപോയി. അതിപ്പോ അവിടെ ഉണ്ടെന്ന് പോലും ഓർമ്മയില്ല. ശാന്തി എന്റെ പേര് ഇവിടെ ചാറ്റ് ചെയ്തിട്ടുണ്ട്, ശാന്തി എന്ന് പറഞ്ഞിട്ട്. എന്റെ പേരൊക്കെ ചാറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ ആൾക്കാർ ചോദിച്ചു, ഇതൊക്കെ വല്ലതും നടക്കുമോ? ഇതൊക്കെ ആരംഭശൂരത്വം എന്നുള്ള രീതിയിൽ ആൾക്കാർ കളിയാക്കി. കൂടുതൽ നമ്മുടെ ജനറേഷൻ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ലൈക്ക് ടാറ്റ്, അതും പരിചയപ്പെട്ടിട്ട് ഇപ്പൊ എങ്ങാനൊന്നും നടന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ എന്നാലും ഇപ്പൊ ഒരു വർഷമുണ്ട് പിന്നെ കല്യാണത്തിന്. കാരണം ഈ ഡിസംബറിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ 2015 ഡിസംബറിലാണ് നമ്മൾ പിന്നെ കല്യാണം കഴിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു വർഷം പോയി അല്ലെ. ഒരു വർഷം നമുക്ക് പ്രേമിച്ചടക്കാൻ സമയമുണ്ടായിരുന്നു. ഫോണിൽ കൂടി വിർച്വലി സ്കൈപ്പ് കോൾസ് പക്ഷെ കുറെ സമയം ഉണ്ടായിരുന്നു അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടല്ലേ. പെട്ടെന്ന് കയറി അങ്ങ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയല്ലോ. നമുക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാനും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ കുറച്ചൊക്കെ. പിന്നെ അതിനിടയ്ക്ക് അല്ലാതെ കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നമ്മൾ കുറച്ച് സക്സസ്ഫുൾ ആയിട്ട് നാവിഗേറ്റ് ചെയ്തു. ലൈക്ക് ഈ വെഡിങ് പ്ലാനിങ്ങിന്റെ തന്നെ കുറെ തലവേദനകൾ കാണും. പിന്നെ അവർക്കൊരു ഇഷ്ടം, ഇവർക്ക് വേറൊരു ഇഷ്ടം. അപ്പൊ അതൊക്കെ നമ്മളെ നാവിഗേറ്റ് ചെയ്ത് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ, ഒരു തൃപ്തി വരുന്ന രീതിയിൽ നമ്മൾ മാനേജ് ചെയ്തു. പിന്നെ വെഡിങ് ഡിസംബർ 27. അതിന് മുമ്പുണ്ട് ഡിസംബർ താലികെട്ട്. നമ്മൾ സത്യം പറഞ്ഞ 3 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് രജിസ്റ്റർ മാരേജ്, പിന്നെ ഡിസംബർ 4 ഞങ്ങളുടെ ഗുരുവായൂർ വെച്ചുള്ള താലികെട്ട്. അതിങ്ങനെ ആരോ പറഞ്ഞു, എന്താണ് എന്റെ പിറന്നാൾ മാസമാണ് ഡിസംബറിൽ. അപ്പൊ ആ സമയത്ത് എന്തോ കിട്ടാൻ പാടില്ലെന്നോ എന്തൊക്കെയോ ഇതുപോലെ റിലീജിയസ് റീസൺസ് പറഞ്ഞതുകൊണ്ട് നമ്മള് ഗുരുവായൂർ ഫസ്റ്റ് വീക്ക് ഗുരുവായൂർ വെച്ചിട്ട് അമ്പലത്തിൽ വെച്ച് നമ്മൾ താലി കെട്ടി. അതിന് പക്ഷെ ആ സമയത്ത് ഇവിടെ US-ലും പിന്നെ ചേച്ചിക്ക്, ദുബായിലുള്ള ചേച്ചിക്ക് അവർക്കൊന്നും വരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വെഡിങ് എന്താ പറയാ ഹാളിൽ വെച്ച് നടത്തുന്ന വെഡിങ് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ ഡിസംബർ 27 ഹാളിൽ വെച്ചുള്ള കല്യാണം നടക്കുന്നത്. അത് കഴിഞ്ഞ് 29 ട്രിവാൻഡ്രത്ത് വെച്ച് റിസപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം നമ്മൾ ഗ്യാപ്പ് ഇട്ടു. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട്. കാരണം അവിടെ നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു ട്രിവാൻഡ്രത്ത് വന്ന് അന്നേ ദിവസം തന്നെ മറ്റേ പാർട്ടി വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മള് ഹാളിൽ നിന്ന് ട്രിവാൻഡ്രത്ത് എത്തിയപ്പോ തന്നെ മണി 12 മണി ആയി രാത്രി. ഓർമ്മയുണ്ട് ആ പയ്യൻ നമ്മള് എന്നെ ഫസ്റ്റ് ഈ ഡ്രൈവർ അതൊരു വട്ട് ചെറുക്കനായിരുന്നു. അവനാണെങ്കിൽ ഇനോവ ഓടിച്ച് ചേച്ചി ട്രിവാൻഡ്രം എയർപോർട്ട് കണ്ടിട്ടില്ല. ട്രിവാൻഡ്രം എയർപോർട്ട് എന്നെ ആദ്യം കാണിക്കാൻ കൊണ്ടുപോയത് ആ പയ്യൻ. അത് കൊണ്ടുപോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ബാക്കി വരുന്ന പാർട്ടി വേറൊരു വാനിലോ ബസ്സിലോ വരുമായിരുന്നു. അപ്പൊ അവർക്ക് ഡിലേ ഉണ്ടായിരുന്നു. അപ്പൊ അവര് അച്ഛനും അമ്മയെല്ലാം അതിലായിരുന്നു. അപ്പൊ ആ സമയം കൊല്ലാൻ വേണ്ടി അവൻ കൊണ്ടുപോയതാണ് എയർപോർട്ടിനകത്ത്. ട്രിവാൻഡ്രത്ത് ആദ്യം കണ്ട ട്രിവാൻഡ്രം എയർപോർട്ടാണ് ഇരുട്ടത്ത്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ കയറി. പിന്നെ ഒരു ദിവസം നമ്മൾ ബ്രേക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനും പിന്നെ എല്ലാവരും സെറ്റിൽ ആവുന്നല്ലേ ഉള്ളൂ അവിടെ നിന്ന് ഇവിടം വരെയൊക്കെ വന്നിട്ട്. 29 നമ്മുടെ റിസപ്ഷൻ. ട്രിവാൻഡ്രം ക്ലബിൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ US-ലോട്ട് വന്നു അല്ലെ. ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ നാട്ടില്. അതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം കൂടി എറണാകുളത്ത് പോയിട്ട് നമ്മൾ വന്നു. നമ്മള് ജാൻ 7th US-ൽ ലാൻഡ് ചെയ്തു. 6th എന്തോ ആയിരുന്നു ഫ്ലൈറ്റ്. അത് അപ്പൊ നമ്മുടെ ഹണിമൂൺ ലിറ്ററലി US-ലോട്ടായിരുന്നു ഹണിമൂൺ. വേറെ ഹണിമൂണിനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ 2 ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഏട്ടന് 1 മാസത്തെ ലീവ് എടുത്തിട്ടാ വന്നത്. കാരണം താലികെട്ട് ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ. അൺപെയ്ഡ് ലീവ് ആയിരുന്നു. കാരണം എനിക്ക് അത്ര ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ അൺപെയ്ഡ് ലീവ് എടുത്തിട്ട് വന്നു. പിന്നെ എന്താണ് വന്നിട്ട് പിന്നെ എവിടെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പീരീഡ് ഉണ്ടായിരുന്നു. നമുക്ക് ലൈക്ക് ഇത് സംസാരിക്കുന്ന പോലെയും ഫോൺ ചെയ്യുന്ന പോലെയും നല്ലല്ലേ. ആക്ച്വലി ലിവിങ് ടുഗദർ ഇസ് എ ഹോൾ ഡിഫറെന്റ് തിങ്. പിന്നെ നമ്മളൊരു കാരണം ലൈക്ക് വെൻ യു ലിവ് ഇൻ ദ സെയിം പ്ലേസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുമല്ലോ ശരിക്കുള്ള പ്രെഫറൻസ് എങ്ങനെയാണ്, ശരിക്കുള്ള സ്വഭാവം എന്താണ്, ശരിക്കുള്ള ഹാബിറ്റ്സ് എന്താണ്, നമ്മുടെ ഇഷ്ടക്കേടുകൾ, അതൊക്കെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് പിന്നെ നമ്മൾ നേരെ വന്നത് ഞാനൊരു അപ്പാർട്ട്മെന്റിലായിരുന്നു. എനിക്ക് വേറൊരു റൂംമേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ അപ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ ലീസ് എടുത്തു. എന്നിട്ട് പുള്ളി പോയി.
പിന്നെ നമ്മള് വേർണൻ ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ അവിടെ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നമ്മളൊരു 2.5 വർഷം അവിടെ താമസിച്ചു. പിന്നെ നമ്മള് വീട് വാങ്ങിച്ച് ഇങ്ങോട്ട് മാറി. പക്ഷെ വേർണൻ ഹിൽസ് രസമായിരുന്നു അപ്പാർട്ട്മെന്റ്. അതായത് പിള്ളേരൊന്നും ഇല്ലല്ലോ ആ സമയത്ത്, ലൈക്ക് ഫ്രീ ആയിരുന്നു നമ്മള്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീടൊന്നും വൃത്തികേടാവേ ഇല്ല. അതാണ് മെയിൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. കാരണം നമ്മളുണ്ട് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന നെക്സ്റ്റ് മന്ത് ആണ് നമ്മൾ ലോലന എടുക്കണത്, അഡോപ്റ്റ് ചെയ്യുന്നത്. വീട്ടിൽ ലോല ഫ്രീ. ഞാൻ ജനുവരിയിൽ വന്നു, ഫെബ്രുവരി എന്റെ ഒക്കെ ആയപ്പോ ഞങ്ങൾ ലോലന അഡോപ്റ്റ് ചെയ്തു. ലോല ആരാണെന്നും കൂടെ പറ. ലോല ഞങ്ങളുടെ പട്ടിയാണ്. അല്ല ലോല ഞങ്ങളുടെ ഒരു ബ്ലാക്ക് ലാബ്രഡോർ എന്താ പറയുക റിട്രീവർ, ബ്ലാക്ക് ലാബ് പട്ടിയാണ്. സോ എനിക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ആദ്യം ഒരു ഹാംസ്റ്ററിനെ വാങ്ങിച്ചു. പക്ഷെ അത് ചത്തുപോയല്ലേ പെട്ടെന്ന്. ഇല്ല, അതിനെ റിട്ടേൺ ചെയ്തു. സോ ആ ഹാംസ്റ്ററിന് അതിന് 1 വർഷം ആയുസുള്ളൂ. സോ അത് പെട്ടെന്ന് ചത്തുപോയി. നമുക്ക് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മള് പട്ടിനെ വാങ്ങിച്ചു. കാരണം ഏട്ടൻ കാലത്ത് ഓഫീസിൽ പോകും, വൈകുന്നേരമാണ് വരുന്നത്. ആ സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, വന്നിട്ടല്ലേ ഉള്ളൂ. വിന്ററും ആയിരുന്നു, ഭയങ്കര തണുപ്പും സ്നോയും. അപ്പൊ എനിക്ക് ഭയങ്കര ബോറടി ഒക്കെ ആയപ്പോ അങ്ങനെ നമ്മൾ പട്ടിനെ അഡോപ്റ്റ് ചെയ്തു. പിന്നെ ലോല ഉണ്ടായിരുന്നു കുറെ കാലം കൂട്ടിന് ഉണ്ട്. പിന്നെ ഞാൻ വന്നൊരു 6 മന്ത്സിനുള്ളിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. വണ്ടിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ എല്ലായിടത്തൊക്കെ ഒറ്റയ്ക്ക് പോകാൻ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയി. കാരണം നമ്മൾ സബർബ്സിൽ ജീവിക്കുമ്പോൾ ഇവിടെ ഓട്ടോറിക്ഷ ടാക്സി ഒന്നും വിളിച്ച് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. നമുക്ക് എന്തായാലും കാർ ഡിപ്പെൻഡന്റ് ആണ് എല്ലാ സ്ഥലങ്ങളിലും പോകാനും. നമുക്ക് വീട്ടിലിരുന്ന് മടുക്കും. സോ ലൈക്ക് ഇൻഡിപെൻഡന്റ് ആവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മാത്രമല്ല നീ വന്നത് ഡിപെൻഡന്റ് വിസയിലാണ്, H4 വിസയിലല്ലേ വന്നത്. ഞാൻ H1B-യിലായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് H4 വിസയില് വർക്ക് ഓതറൈസേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ജോലി ചെയ്യാനും പറ്റില്ല ആ സമയത്ത്. പിന്നീട് റൂള് മാറി. ഗ്രീൻ കാർഡ് പെൻഡിങ് അപ്രൂവൽ ആണെങ്കിൽ, അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആൻഡ് യു ആർ ഇൻ ദ വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിൽ H4 കാർക്ക് വർക്ക് ചെയ്യാനുള്ള റൂള് വന്നു. അപ്പൊ അപ്പോഴത്തേക്ക് പിന്നെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ഒക്കെ കിട്ടി. അങ്ങനെയല്ല, പൊതുവേ നിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞതാണ്. ഒരാളെ കല്യാണം കഴിച്ച വരുമ്പോഴത്തേക്ക് ലൈക്ക് നമുക്ക് നാട്ടിൽ നിന്ന് എല്ലാവർക്കും ഓക്കെ അമേരിക്കയിൽ വരുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാണുമല്ലോ. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് നമ്മള് ബേസിക്കലി യു ആർ അൺഎംപ്ലോയിഡ്, യു കനോട്ട് ബി എംപ്ലോയിഡ്, യു ആർ സ്റ്റക്ക് അറ്റ് ഹോം. അപ്പൊ H4 കല്യാണം കഴിച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെ കുറച്ച് ഡിപ്രഷനിലോട്ട് പോകുന്നവരും ഉണ്ട്. ലൈക്ക് some people won't like US at all because of ഇത്രയും like trapped ആയിട്ട്, ഒരു ലിറ്ററലി trapped ആയിട്ട് തോന്നും. പിന്നെ അങ്ങനെ വരുന്നവരൊക്കെ പിള്ളേരായിട്ടൊക്കെ വരുമ്പോൾ അവർ എൻഗേജ്ഡ് ആണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്. ഞാൻ കുറെ ലോലനെ ഡോഗ് പാർക്കിൽ കൊണ്ടുപോകും, ലോലനെ കൊണ്ട് നടക്കാൻ പോവും, ലൈബ്രറി പോവും, ജിമ്മിൽ പോവും. ഇതൊക്കെ തന്നെയായിരുന്നു ഒരു റുട്ടീൻ 1-2 വർഷം. കുക്കിംഗ് ഒന്നും അറിഞ്ഞൂടായിരുന്നല്ലോ. എനിക്ക് കുക്കിംഗ് ഒന്നും അറിഞ്ഞൂടായിരുന്നു. ഇവിടെ വന്നിട്ടാണല്ലോ നീ എല്ലാം യൂട്യൂബ് നോക്കി പഠിച്ചത്. എല്ലാം യൂട്യൂബ് നോക്കി പഠിച്ചത്. യൂട്യൂബ് അക്കാഡമിയാണ് എന്റെ ഗുരു. ഒരു ദിവസം നീ സാമ്പാർ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ നല്ല രസം എന്ന് പറഞ്ഞത്. കാരണം ലിറ്ററലി ഞാൻ കളിയാക്കി പറഞ്ഞതുപോലും അല്ല. ലൈക്ക് ഞാൻ ലിറ്ററലി ആയിത്തോട്ടോ നല്ല രസം, കൊള്ളാം. കാരണം അത്രയ്ക്ക് ലിറ്ററലി തിന്നായിരുന്നു, ഒട്ടും കട്ടിയില്ല, വെള്ളം പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നീ ഓരോന്നായിട്ട് യൂട്യൂബ് നോക്കി പഠിച്ചു. ഞാൻ യൂട്യൂബ് നോക്കി കുറെ കുക്കിംഗ് ഒക്കെ പഠിക്കുമായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്നല്ലല്ലോ പഠിച്ചിരുന്നത്. ഞാനൊരു 14 വയസ്സ് തൊട്ട് ഹോസ്റ്റലിൽ നിന്ന് വളർന്ന ആളാണ്. എനിക്കുള്ള ഫുഡ് ഹോസ്റ്റലിൽ നിന്ന് കിട്ടും. എന്തായിരുന്നു ഏട്ടന്റെ എക്സ്പെക്ടേഷൻ കല്യാണം കഴിക്കുമ്പോൾ? എക്സ്പെക്ടേഷൻ കല്യാണം കഴിക്കുമ്പോഴുള്ള നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം എന്നുള്ള ഒരു ബേസിക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പെർമനന്റ് ഫ്രണ്ട്, അതാണല്ലോ ഒരു മാരേജിലെ സക്സസ് എന്ന് പറയുന്നത്. അത് 10 years later thankfully we are still friends, we are still good friends. അപ്പൊ അത് with God's grace that's good. പിന്നെ ലൈക്ക് ഈക്വൽ പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ലൈക്ക് it's more like I always saw like marriage like a business, like you two people running a business, like it should be like അല്ലേ നമ്മൾ ഫൈനാൻസ് ആയാലും വീട്ടിലെ കാര്യങ്ങൾ it's like you're running a firm, like നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എല്ലാവരും ഹാപ്പി ആയിരിക്കണം, everyone should be treated fairly, അങ്ങനെയൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു.
പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെയും കുറച്ച് മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെ ആയിരുന്നു. ലൈക്ക് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് യു ട്രൈ ടു ബി ദ ഐഡിയൽ പാർട്ട്ണർ, പ്രിറ്റൻഡ് ഒരു പരിധി വരെയൊക്കെ. പക്ഷെ കൂടുതലും നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിച്ചു. ഒരു ലെയർ എപ്പോഴും കാണും, ഓൾവേസ്. ലൈക്ക് ഈവൻ നമ്മുടെ ഇതിലും കാണും ലുക്കിംഗ് ബാക്ക്. പക്ഷെ ആ ലെയർ ഒക്കെ പീൽ ആവും. ലൈക്ക് നാച്ചുറലി ഇറ്റ് വിൽ ഓൾ പീൽ അവേ ആൻഡ് നമ്മുടെ ശരിക്കുള്ള തനി സ്വരൂപം പുറത്തു വരും. പിന്നെ there have been good and bad moments അല്ലേ, എല്ലാം പെർഫെക്റ്റ് ഒന്നുമല്ലല്ലോ. ഒബ്വിയസ്ലി കോൺഫ്ലിക്ട്സ് കാണും, പ്രശ്നങ്ങൾ കാണും. പക്ഷെ ലൈക്ക് the key thing is that you don't go to an extent where it's like, you know, unhealable. like അല്ലേ, ലൈക്ക് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ ക്രോസ് ചെയ്തിട്ടില്ല. ദേഷ്യം വരുമ്പോ ഒച്ചെടുക്കും, പിണങ്ങിയിരിക്കും, മിണ്ടാണ്ടിരിക്കും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോ സോൾവ്സ് ഓട്ടോമാറ്റിക്കലി. പിന്നെ തെറ്റാരെ ഭാഗത്താണെങ്കിലും ഭർത്താക്കന്മാര് തന്നെ മാപ്പ് പറയണം. അത് പ്രപഞ്ച സത്യമാണ്. അത് സത്യമാണ്, അതിപ്പോ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഞാൻ പിണങ്ങി കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും, ഞാൻ സൈലന്റ് മോഡിലോട്ട് പോകും. ഈ മിണ്ടായിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യങ്ങൾ പറഞ്ഞു തീർക്കണ്ടേ? മിണ്ടാതിരുന്ന എന്നിട്ട് പൊട്ടിത്തെറിക്കും, പിന്നെ നമ്മൾ സോൾവ് ചെയ്യും. പക്ഷെ അതിപ്പോ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ നമ്മള് കല്യാണം കഴിച്ച് വന്നിട്ട് നാട്ടിലോട്ട് പോകുന്നത് മിയ ജനിച്ചതിന് ശേഷമാണ്. അത് വിച്ച് ഇസ് ലൈക്ക് വാട്ട് 5 years 4 years അല്ലേ. ഞങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ട് ആണ് മിയ 2019 പോയത്. 2019 മിയ ജനിച്ച് മിയക്ക് 6 months ആകുമ്പോഴാണ് പോകുന്നത്. മിയ ഉണ്ടായ സമയത്തൊന്നും ആരും നാട്ടിൽ നിന്ന് വരിക അങ്ങനെ ഹെൽപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് കുഞ്ഞിനെ നോക്കാൻ മാനേജ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. സോ in a way we only had each other to depend on. Like I trust him, he trusted me. പരസ്പരം അങ്ങനെ പിണക്കാനും കഴിയില്ല, അങ്ങനെ അധികം പിണങ്ങിയിരിക്കാനും പറ്റില്ല. ലൈക്ക് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ലൈക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, കൂടുതൽ അല്ലേ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ അങ്ങ് പോയി. കുറെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉറക്കൊഴിച്ചിരിക്കുന്ന സമയത്തും ഏട്ടൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പൊതുവേ നാട്ടിലെ മെജോറിറ്റി, എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ അവർ അടുക്കളയിൽ കയറില്ല, ദിൽ നോട്ട് ടേക്ക് കെയർ ഓഫ് യുനോ. അങ്ങനെ കുറെ ഞാൻ മെസ്സേജസ് ഒക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. യു ആർ സോ ലക്കി ടു ഹാവ്. അത് ശരിയാണ്. യു ആർ പ്രിറ്റി ഓപ്പൺ ടു ഡു സ്റ്റഫ്. നല്ലതാണ്, ഇങ്ങനെ വളർന്നു വരണം അങ്ങനെയൊക്കെ. കാരണം ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ നോക്കാൻ തുടങ്ങി ഇറ്റ്സ് നോട്ട് ആൻ ഈസി. അത് ഫസ്റ്റ് ടൈം പേരൻസ് സംഭവം ഒന്നും അറിയില്ല. വി ഹാഡ് നോ ക്ലൂ. പിന്നെ ഈ കുറെ ഗൂഗിളും പിന്നെ ഇതുപോലെ വോമി ഗ്രൂപ്പ്സിലും കൊച്ചിനെ കുളിപ്പിക്കുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്താണ് നമ്മൾ പഠിച്ച് ചെയ്തത്. പിന്നെ മിയക്ക് പിന്നെ അതൊക്കെ ഫുൾ ക്രെഡിറ്റ് ശാന്തിക്കാണ്. അതായത് ലൈക്ക് ഫുള്ള് റിസർച്ച് ചെയ്ത് അതിന്റെ ശരിക്കും സയന്റിഫിക് ആയിട്ടുള്ള ബുക്സ് വായിച്ച് മനസ്സിലാക്കി. അതേപോലെ ആൾക്കാരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് റെഡിറ്റ് ഫോറംസ് എന്നൊക്കെ വായിച്ച് മനസ്സിലാക്കി. ലൈക്ക് ഷീ ഹാഡ് ഗുഡ്. എന്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ്. അതായിരുന്നു എന്റെ ഇത്. ലൈക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ലൈക്ക് രണ്ട് സൈഡിൽ നിന്ന് പേരൻസിന് വരാൻ പറ്റില്ല. അവരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, ഹെൽത്തിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ലൈക്ക് there is no other option. like we cannot afford to hire like some എന്താണ് അവരെ പറയുന്നത്, അങ്ങനെയൊക്കെ വേറെ ആൾക്കാർ thousands of dollars കൊടുക്കണം. നമ്മൾ ആദ്യം വീട്ടില് അവർക്ക് ടെൻഷൻ ആയിരുന്നു, ഹൗ വിൽ വി മാനേജ്. നമ്മൾ ആദ്യത്തെ ഒരു മാസം നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു ചേച്ചിയല്ല ഒരാളുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കള്ളം പറഞ്ഞു, രണ്ടുപേരെ വീട്ടിലും. അവർക്ക് കുറച്ചൊരു മനസ്സമാധാനം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡെലിവറിക്ക് പോണതിന് മുമ്പ് 2 ആഴ്ചത്തേക്കുള്ള ഫുഡൊക്കെ ഫ്രീസ് ചെയ്ത് എല്ലാം റെഡിയാക്കി, റുട്ടീനും എല്ലാം ദൈവം സഹായിച്ച് അല്ല ഡെലിവറി നോർമൽ ആയിരുന്നു. 2 ദിവസത്തിനുള്ളിൽ വീട്ടിലെത്താൻ പറ്റി. വേറെ കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ കുറച്ചൊരു ഭാഗ്യം നമുക്കുണ്ട് അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു വഴിയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു വഴിയിൽ നിന്ന് ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ കിട്ടും. പിന്നെ മിയക്ക് 2 വയസ്സുള്ളപ്പോഴാണ് സിദ്ധു ജനിക്കുന്നത്. അപ്പോഴാണ് ശരിക്കും സ്ട്രെസ് അടിച്ചത്. സിദ്ധു കൂടെ വന്നപ്പോഴാണ് നമ്മുടെ ലൈക്ക് കിളി പോയത്. അതായത് ലൈക്ക് നമ്മുടെ ലിറ്ററലി നമ്മുടെ കപ്പാസിറ്റിയെക്കാളും ഒരുപാട് നമ്മുടെ ടാസ്ക്സും ലൈക്ക് അതിന്റെ നമുക്ക് ഉറക്കം കിട്ടാണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദേഷ്യം വരുമായിരുന്നു. കാരണം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, ഫിസിക്കലി മെന്റലി. പിന്നെ മിയനെ എവിടെ ആക്കും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവൾക്ക് 1.5 വയസ്സേ ഉള്ളൂ. 1.5 അല്ല 2 വയസ്സ് ആയിട്ടേ ഉള്ളൂ. മാർച്ചില് ജൂണിലാണ് സിദ്ധു ജനിക്കുന്നത്. അപ്പൊ അവളെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ബന്ധുക്കളില്ല, ഉള്ള ബന്ധുക്കളൊക്കെ വേറെ വേറെ സ്റ്റേറ്റിലാണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പേരൻസ് ഇല്ല. അപ്പൊ ആ സമയത്തൊക്കെ കുറെ വിഷമം നമ്മൾ സഹിച്ചിട്ടുണ്ട്. ലൈക്ക്
ആ ഒരു ടെൻഷൻ നമ്മളിങ്ങനെ ഇരിക്കും, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആരും ഇല്ലല്ലോ എന്ന് ഒരുപാട് പ്രാവശ്യം തോന്നിപ്പോയിട്ടുള്ള കുറെ ഒരു മൊമെന്റ്സ് ആണ്. പക്ഷെ ആ സമയത്തും ദൈവം സഹായിച്ച് നമുക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ദേ വർ വെരി ഓപ്പൺ ടു, നമ്മൾ നോക്കിക്കോളാം നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറയാനായിട്ട് ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയാ, വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദം. ആ ഒരു കാരണം വേറെ നമ്മൾ പല ആൾക്കാരുണ്ടെന്നൊക്കെ വിചാരിച്ചെങ്കിലും പക്ഷെ അവരൊന്നും ഇല്ലായിരുന്നു. അവർക്ക് കോൺഫ്ലിക്ട് അസൗകര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല കാര്യങ്ങൾ ടേൺ ഔട്ട് ആവുക. അതും പക്ഷെ ഡെലിവറി ഒന്നും കുഴപ്പമില്ല. അതീ പറഞ്ഞോട്ട് ഈ ലവ് സ്റ്റോറിയുടെ ഒക്കെ ഭാഗമാണ്. ലൈക്ക് ഇതൊരു കണ്ടിന്യൂസ് ജേർണി ആണല്ലോ. ഈ ജേർണിയിൽ നമ്മളെല്ലാം എൻഡ്യൂർ ചെയ്യണം. ദാറ്റ് വാസ് എ ടഫ് പീരീഡ് ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഡ്യൂറിങ് കോവിഡ്. നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു, പിള്ളേർക്ക് അസുഖം വരുമോ. ആൻഡ് ഓൾസോ ഞാൻ പ്രഗ്നന്റ് ആയി 2 മാസം പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഐ ഗോട്ട് ന്യൂമോണിയ പിടിച്ചിട്ട് ഭയങ്കര പനിയും വിറയലും ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് അറിയില്ലായിരുന്നു ന്യൂമോണിയ ആണെന്ന്. ഈ ഇവിടെ എമർജൻസിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് UTI ആയിരിക്കും എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വിട്ടു. വീണ്ടും പനിയും ഭയങ്കര പനിയും വിറയലും ചുമയും, സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് വീണ്ടും ER പോയി. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു എൻ്റെ മോളാണെങ്കിലും ഞാൻ പറയും നിങ്ങൾ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ലങ്സ് ഫുൾ ഇൻഫെക്റ്റഡ് ആയിട്ട് എനിക്ക് ന്യൂമോണിയ വന്നു. പിന്നെ എൻ്റെ ഒരു 3-4 months എടുത്തു എനിക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രഗ്നന്റ് കൂടി ആകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇസ് വെരി ലോ. അപ്പോഴും കുറെ നമ്മൾ ഇതുപോലെ കുഞ്ഞിനൊന്നും വരരുത് അങ്ങനെയൊക്കെ കുറച്ചൊരു സ്ട്രെസ് അടിച്ചൊരു സമയമായിരുന്നു. അതിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ കോവിഡ് വരുമ്പോൾ എനിക്ക് ഇപ്പോഴും കുറച്ചും കൂടി സൈഡ് എഫക്ട്സ്, റെസ്പിറേറ്ററി ഇഷ്യൂസ് എനിക്ക് വരുന്നത് ഫസ്റ്റ് ന്യൂമോണിയ വന്ന് തൊട്ട് എപ്പോഴും ഉണ്ടത്. പിന്നെ സിദ്ധു ജനിച്ചു, പിന്നെ എല്ലാം ഒരു മായയാണ്. സിദ്ധു കൂടി ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സത്യം പറയാൻ കുഞ്ഞാകുമ്പോ വിചാരിക്കും അവരൊന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് അറിയാം, മനസ്സിലാവും. വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ സത്യം പറയുമ്പോൾ ചെവിക്ക് സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണത് കാറിൽ പോകുമ്പോ ഫോൺ വിളിക്കുമ്പോ, ഇല്ലെങ്കിൽ രാത്രി ഞങ്ങൾ ഫോൺ വഴിയാണ് ഇപ്പൊ കൂടുതൽ സംസാരിക്കുന്നത് വീട്ടിലുണ്ടെങ്കിൽ പോലും. പിന്നെ അല്ലെങ്കിൽ ഈ എന്താണ് പറയാ, രാത്രിയൊക്കെ ആവുമ്പോ പിള്ളേരെ ഉറങ്ങിയാൽ കറക്റ്റ് സമയത്തിന് ഉറങ്ങിയാൽ അതൊരു ഇഫ് ആണ്, ഒരു ബിഗ് ഇഫ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാല് ചെറുപ്പത്തിലൊക്കെ ഇവരൊക്കെ സ്ലീപ്പ് ട്രെയിൻ ചെയ്തുകൊണ്ടൊക്കെ they used to sleep early. പക്ഷെ ഇപ്പൊ ഈ ഒരു വർഷമായിട്ട് ഗോയിങ് ടു ബെഡ് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട്. പക്ഷെ അത് കാരണം നമ്മളുടെ കുറെ ഒരു മീ ടൈം അങ്ങനെ അങ്ങ് പോകും. ഇത് എങ്ങോട്ട് പോകും, എവിടെ നിൽക്കും ഇത്? ഇപ്പൊ ഇവിടെ ചെന്നെത്തി നിർത്തി. ഇതൊരു വല്ലാത്തൊരു കഥയാണ് എന്ന് പറയാം അവസാനം. അങ്ങനെ പിന്നെ പിള്ളേരാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. ലൈക്ക് പിള്ളേരാണ് ഏറ്റവും വലിയ സോഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് പിള്ളേരല്ല. ലൈക്ക് the fact of parenting, like parenting is the greatest source of stress, alle managing parenting and work, it's very stressful, especially നമ്മള് രണ്ടുപേരും വർക്കിംഗ് ആയിട്ട് നമ്മൾ അബ്രോഡ് ജീവിക്കുമ്പോൾ. നാട്ടിലാകുമ്പോഴത്തേക്ക് അമ്മയുണ്ട്, അമ്മയുണ്ട്. they say you need a village to raise a kid. പക്ഷേ the village എന്ന് പറയുന്നത് ഇത് രണ്ടുപേരാണ് ഇവിടുത്തെ വില്ലേജ്. നമ്മൾ പണിയെടുത്തൊരു പണിയാവും, വഴിയാവും. പക്ഷെ അതിനിടയിലും നമ്മൾ അവരുടെ ഹാപ്പിനെസ്സും നമ്മുടെ നല്ല മൊമെന്റ്സും അവരുടെ ഒരു യുനോ ചിരിയും കളിയും എല്ലാം കാണുമ്പോ അതൊക്കെയാണ് നമ്മുടെ ഹാപ്പിനെസ് അല്ലേ. പിന്നെ യു ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ അവർസെൽവ്സ്. That's a big task. പലരും ലോസ്റ്റ് ആയി പോകുന്ന ഒരു സ്റ്റേജ് ആണ് അത്. എനിക്കൊന്നും ഇനീഷ്യലി വി വർ ഓൾസോ ഒരു പരിധി കഴിഞ്ഞ് വി വർ ലോസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് എന്താണ് വി സ്റ്റാർട്ടഡ് ടു ഫൈൻഡ് എ റൂട്ടീൻ. എങ്ങനെയെങ്കിലും ഒക്കെ ഇതിൽ കരകയറിയേ പറ്റുള്ളൂ. നമ്മളെ സ്വന്തമായിട്ട് നോക്കിയില്ലെങ്കിൽ ഇവരെ നന്നായിട്ട് നോക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്റ്റേജിലാണ് കൂടുതലും ജിമ്മിൽ പോകാനും. ലൈക്ക് ഞാൻ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ഏട്ടാ ഇനി ഞാൻ ജോലിക്കൊന്നും പോകണില്ല, ഞാൻ വീട്ടിലിരുന്നോളാം. ലൈക്ക് ഞാൻ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ പറയണേ ഞാൻ വീട്ടിലിരുന്ന് പിള്ളേരെ വാങ്ങിച്ചോളാം, എനിക്ക് വയ്യ. അപ്പേട്ടാ പറയും വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു. ലൈക്ക് ദാറ്റ് വാസ് ലൈക്ക് എന്താണ് റിയലൈസേഷൻ. എന്ന് എവിടെയോ കൈവിട്ട് പോയി തുടങ്ങി. ഇപ്പൊ എന്താണ് വഴി തിരിച്ചില്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഹാർഡ് ടു കം ബാക്ക്. അങ്ങനെയാണ് പിന്നെ വീണ്ടും പഠിക്കാനും ഉള്ള കോഴ്സിന് ചേരാനും ജോലിക്ക് നോക്കാനും ഒക്കെ വീണ്ടും തുടങ്ങിയത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് പ്രിറ്റി ഹാർഡ് വിത്ത് ദ ലിമിറ്റഡ് ടൈം യു ഹാവ്. പക്ഷേ ഇത് പറഞ്ഞ പോലെ ലൈക്ക് ഒരു അഗ്നിപരീക്ഷയാണ്. ലൈക്ക് ഈ ഒരു പീരിയഡ് ലൈക്ക് വെൻ യു ഹാവ് ലൈക്ക് ലിറ്റിൽ സ്മോൾ കിഡ്സ് അല്ലെ, ഇത്ര ഈ ഒരു ഏജിൽ ലൈക്ക് യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. ദർ ഇസ് നോ അതർ വേ. യു ഹാവ് ടു ലൈക്ക് യുനോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. പിന്നെ കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്ക് ലൈക്ക് ദേ വിൽ ബി മോർ ഇൻഡിപെൻഡന്റ്. ലൈക്ക് ഇത്രയും നമുക്ക് ആ ഒരു സ്ട്രെസ് വരത്തില്ല. പക്ഷെ എന്നാലും പാവമാണ് രണ്ടുപേരും പാവമാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. രണ്ടുപേരും ഭയങ്കര കെയറിംഗ് ആണ്, സ്നേഹമാണ്. പിന്നെ അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള എനർജിയും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ നമുക്ക് എനർജി ഇല്ലാത്തോണ്ടാണ്, അവരുടെ കുഴപ്പമല്ല. നമുക്ക് ഇതിനുള്ള
എനർജി ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ എന്നാലും ഐ തിങ്ക് വിൽ ഡൂയിങ് പ്രിറ്റി ഗുഡ് വിത്ത് ഓൾ ദ കറന്റ് സിറ്റുവേഷൻ. ഈ പറഞ്ഞ പോലെ ഇല്ലാത്തത് ആലോചിക്കേണ്ടതിനേക്കാളും ഉള്ളത് ആലോചിച്ച് സന്തോഷിക്കാൻ. പിന്നെ എന്റെ ലവ് ലാംഗ്വേജ് ഫുഡാണ്. അതാണ് ഈ ഫുഡ് വീഡിയോ കാണുന്നത്, ഈ ലവ് ലാംഗ്വേജിനെ സന്തോഷിപ്പിക്കാനാണ്. ഇവിടെ എന്തെങ്കിലും എത്തിയാൽ ഇവിടെ കേറും സ്നേഹം. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല. ഇവക്ക് അടുക്കള കയറണത് ഇഷ്ടമല്ല. ഇന്ന് ഞാൻ പറമ്പിലും പറയാറുണ്ട്. അടുക്കള കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങനെ നിനക്ക് അങ്ങനെ ഒരു ഫുഡ് അങ്ങനെ കുക്ക് ചെയ്തിട്ട് ഞാനങ്ങനെ ഒരു ഫുഡി പേഴ്സണും അല്ല. അതങ്ങനെ അതിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. എനിക്ക് ചിലർക്കുണ്ടല്ലോ ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്ത് എന്റെ അമ്മയ്ക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് പറയുമ്പോൾ ഭയങ്കര സന്തോഷ സാറ്റിസ്ഫാക്ഷൻ ആണ്. എനിക്ക് അങ്ങനത്തെ ഒരാളൊന്നും അല്ല. കുക്കിംഗ് ഇസ് ലൈക്ക് എ ടാസ്ക് ഫോർ മീ. ഇന്ന് കഴിക്കണം, അപ്പൊ അതിനു വേണ്ടി കുക്ക് ചെയ്യണം. പിന്നെ ഇതുപോലെ ഞാൻ ഈ റീൽസ് എടുക്കുന്നത് ഈ പറഞ്ഞ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കണ സമയത്താണ്. അതിങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ റീൽസ് ഇടണേ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷെ നല്ലൊരു മോട്ടിവേഷൻ ആണ്. റീൽസ് എടുക്കാൻ വേണ്ടി കുക്ക് ചെയ്യുന്നു, കുക്ക് ചെയ്യാൻ വേണ്ടി റീൽസ് എടുക്കുന്നു. കുക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സ്പെഷ്യൽ മസാല ദോശ, ഫിൽറ്റർ കോഫി, ബിരിയാണി, പൊറോട്ട, ബീഫ്, ഇതൊക്കെ നമ്മള് അങ്ങനെ എപ്പോഴും ഉണ്ടാക്കത്തില്ലല്ലോ. സാധാരണ ലൈക്ക് നമ്മുടെ ഈ ഹെക്ടിക് ലൈഫ് സ്റ്റൈലിനിടയിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വല്ല ഗ്രിൽ ചിക്കനോ സാലഡോ അല്ലെങ്കിൽ നമ്മള് ചോറ് ഇതുപോലത്തെ കറികള്, പിന്നെ ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2 ദിവസം കഴിക്കാം. ഇതൊക്കെ തന്നെ ഇനിയെന്തത് പറയാനുള്ളത്. ഇതൊക്കെ തന്നെ. അപ്പൊ അങ്ങനെയാണ് ലവ് സ്റ്റോറി ടു വെഡിങ് സ്റ്റോറി ടു പാരന്റിംഗ് സ്റ്റോറി. കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷം നമ്മള് 9th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ്. ഒഫീഷ്യൽ അമ്പലം വെഡിങ് ആനിവേഴ്സറി. ഞങ്ങള് രജിസ്ട്രേഷൻ 10 years ആയി.